Hello friends, ഞാൻ നസ്രിയ. നമ്മൾ ഇന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് റെസിപ്പി ഇട്ടിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണിത്. വിപ്പിംഗ് ക്രീം ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കാന്നുള്ളതാണിത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം പൗഡറാണ്. ചിലർക്കൊന്നും വിപ്പിംഗ് ക്രീം അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ ഒരുവിധം എല്ലായിടത്തും നമുക്ക് കിട്ടാവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം കിട്ടാത്തവർ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാനിത് 1/2 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രീം അവൈലബിൾ അല്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് ഈ റെസിപ്പിനെ കുറിച്ചിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാവുന്നതാണ്. ഒരുപാട് പേരിങ്ങനെ കമൻറ്റ്സ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവരുടെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ അഭിപ്രായം അറിയിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ ഇത് 3 പ്രാവശ്യം നമുക്ക് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കണം. എന്നാലാണ് ഇത് ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്തിയിട്ട് കേക്ക് നല്ലപോലെ പൊന്തി വരുള്ളൂ, കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മുട്ട വെള്ളയും മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും 2 പാത്രങ്ങളിലായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നമ്മളിത് നന്നായി പതപ്പിച്ചെടുക്കണം, നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളൊക്കെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ മുട്ട എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റൂം ടെമ്പറേച്ചറുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്നുള്ള മുട്ടയാണെങ്കിൽ 2-3 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് നന്നായി തണുപ്പ് പോയതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ നനവൊന്നുമില്ലാത്ത ബൗളിൽ ബീറ്റ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല സ്റ്റിഫായി കിട്ടുള്ളൂ. ഇതുണ്ടല്ലേ, നമ്മൾ കമഴ്ത്തിയ താഴെ പോകാത്ത രീതിയിൽ അത്രത്തോളം സ്റ്റിഫായി വന്നിട്ടുണ്ട്. അത്രത്തോളം പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും അതേപോലെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് തന്നെ നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാത്ത കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിന് മുട്ടയുടെ ഒരു സ്മെല്ല് വന്നു പോകും. അപ്പോൾ മുട്ടയുടെ മഞ്ഞയിലേക്ക് വാനില എസൻസ് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ കേക്കിന് മുട്ടയുടെ സ്മെല്ല് വരില്ല. അപ്പോൾ മുഴുവൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, കൂടി പോകണ്ട. അപ്പം നമ്മുടെ കേക്കിന് കേക്ക് ബേക്കായി വന്നാലും ഒരു ഓയിൽ പോലെ ഉണ്ടാകും പുറമേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്
കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആവാൻ പാടില്ല, അപ്പോൾ കേക്ക് നന്നായി പൊങ്ങി വരില്ല. ഇനി ഇതിലേക്ക് മുട്ടയുടെ വെള്ള നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ മുട്ടയുടെ വെള്ളയും അതുപോലെ നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നാലാണ് നമുക്ക് നന്നായി കറക്റ്റായിട്ട് മിക്സായി കിട്ടുക. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് മോൾഡ് എടുക്കുക, അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം എടുത്താലും മതി. അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് സോസ് പാനിലോ അല്ലെങ്കിൽ ഓവനിലോ ഇഡ്ഡലി ചെമ്പിലോ ചെയ്തെടുക്കാവുന്നതാണ്, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരല്പം മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും തട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് പെട്ടെന്ന് വിട്ട് കിട്ടും. ഞാനിപ്പോൾ മൈദ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന മൈദ നമുക്ക് തട്ടിക്കളയാം. ഇനി ഇതിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നായാലും മതി, കാരണം നമ്മൾ ഇത് 1/2 കിലോ വരുന്ന കേക്കാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 6 ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ആയാലും കുഴപ്പമൊന്നുമില്ല. കേക്ക് ബാറ്റർ മുഴുവനും നമുക്ക് കേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് എല്ലാം റിലീസായി പോകും. ഇനി നമുക്ക് ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പാത്രം കമഴ്ത്തി വെക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് കേക്ക് ടിന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ കുക്കർ യൂസ് ചെയ്യരുത്. നമുക്ക് അലുമിനിയത്തിൻ്റെ കുക്കറാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ കുക്കറിൻ്റെ ഉള്ളിലുള്ള ടയർ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കുക്കറിൻ്റെ മുകളിലുള്ള വെയിറ്റ് റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഇത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് മുഴുവനായിട്ടും ചോക്ലേറ്റ് വെച്ചിട്ട്, ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/3 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രഷ് ക്രീം ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് സമയം ചൂടാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി താഴെ വെച്ചിട്ട് അതിന് ശേഷം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇത് പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് അരിച്ചെടുത്താൽ നല്ലതായിരിക്കും. എന്നാൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സൗകര്യമായിരിക്കും. അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത പാല് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഐസ് ക്യൂബ് വെച്ച് ഒരു വലിയ പാത്രത്തിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ ഗ്ലാസിൻ്റെ ബൗൾ വെച്ചിരിക്കുന്നത്. അതിലേക്കാണ് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 100 ഗ്രാം വിപ്പിംഗ് ക്രീം പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായി വരുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഇങ്ങനെ ഐസ് ക്യൂബ് വെച്ച ബൗളിന് മുകളിലായിട്ട് ഈ പാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാലെടുക്കുമ്പോൾ നല്ല തണുത്ത പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്രീം ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഫ്രോസ്റ്റ് ചെയ്യാം. ഞാനിത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ സൈഡ് ഭാഗത്തൊക്കെ ആവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവുന്നത് വരെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചത് ഇപ്പോൾ ഇവിടെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്, നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് 1/2 കിലോൻ്റെ ആയതുകൊണ്ട് 2 ലെയറാക്കി എടുക്കുന്നുള്ളൂ, 3 ലെയർ ആക്കുന്നില്ല. പതുക്കെ കത്തി വെച്ചിട്ട് ഈ ടേൺ ടേബിൾ പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലെവലായിട്ട് തന്നെ ഈ കേക്ക് കിട്ടും. നല്ല ലെവലായിട്ട് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ 2 ലെയറാക്കി എടുത്തിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തുള്ള ലെയറാണ് നമ്മൾ ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നത്. അടിഭാഗത്തുള്ള കേക്കിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കേക്ക് വെച്ച് കൊടുക്കുക, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വിട്ടുപോയി. ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ചെറി ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ്. എന്നിട്ട് അത് നന്നായി തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമ്മൾ ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ലെയറിൽ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മളെ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗം മുകൾ ഭാഗത്തായി വരുന്ന രീതിയിലാണ് കേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എന്നാലാണ് നമ്മളെ കേക്കിൻ്റെ മുകൾ ഭാഗം നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള സിറപ്പും അതുപോലെ ചെറിയും മുഴുവനായിട്ടും തന്നെ ആ സെക്കൻഡ് ലെയറിൽ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ക്രീം കൂടെ വെച്ച് കൊടുത്താൽ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ഫ്രോസ്റ്റിങ് കുറച്ചുകൂടി സൗകര്യമാവും. ഇനി ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ സൈഡ് ഭാഗം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രേപ്പർ വെച്ചിട്ടോ ഇത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എടുത്ത മുഴുവൻ ക്രീമും തന്നെ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കണം. എന്നാലാണ് ഇത് കറക്റ്റ് ഒരു 1/2 കിലോ വെയിറ്റ് വരുന്ന കേക്കായി കിട്ടുള്ളൂ. കേക്ക് ഒരുപാട് അങ്ങ് ശരിയാക്കി ലെവൽ ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിനി ഇത് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നതുകൊണ്ട് ഇതൊന്നും കാണില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ലെവലാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഡ്രോപ്പായിട്ട് ഇറ്റിറ്റ് വീഴുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഫുള്ളും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു ഭംഗിക്ക് ചെയ്തേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും എടുക്കുക. അതുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ വെറുതെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്താലും മതി, ഡാർക്ക് ചോക്ലേറ്റ്. കേക്ക് മുഴുവനായിട്ടും ഇതുപോലെ ഇറ്റിറ്റ് വീഴുന്ന രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്ത് വട്ടത്തിലും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക. അതേപോലെ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ വിഷസ് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് പുറത്ത് വിൽക്കാനുള്ള കേക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല വെറുതെ ഉണ്ടാക്കിയതാണെങ്കിൽ ഇതിൻ്റെ നടുഭാഗത്തേക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
നിങ്ങൾ ഒരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ല പോലെ ഇരിക്കും. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാൻ നല്ല സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ കൈമലൊക്കെ ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കും. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരുപാട് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഫ്രീസറിൽ 1-2 മിനിറ്റ് വെച്ച് കൊടുത്താൽ നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറി കൂടെ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനൊരു ടൂത്ത് പിറ്റ് വെച്ചിട്ട് കുത്തിയിട്ടാണ് ചെറി വെച്ച് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറി വെറുതെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 1/2 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഉണ്ടാക്കി ഇതുവരെ ക്രീം അവൈലബിൾ അല്ലാതെ ഉണ്ടാക്കി നോക്കാൻ മടിച്ചിരിക്കുന്നവരെല്ലാവരും ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ല കറക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്ന് എൻ്റെ വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.